നിങ്ങൾ അറിഞ്ഞു കാണും, ഇറാനില് അലി ഖമൈനി, അദ്ദേഹത്തിന്റെ സീനിയർ അഡ്വൈസർ റിയർ അഡ്മിറലാണ് അലി സമഖാനി. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം, അതിന്റെ റിസപ്ഷൻ 2024 നടന്നതാണ്. 2025 അല്ല നടന്ന്, 2024 കല്യാണത്തിന് ശേഷം നടന്ന റിസപ്ഷൻ. ആ റിസപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവരിട്ടിരിക്കുന്നത് ഈ ക്രിസ്ത്യൻ രീതിയിലുള്ള ഡ്രസ് മെറ്റീരിയലാണ് ആ മകളിട്ടിരിക്കുന്നത്. അതായത് നീളത്തിലുള്ള സ്കാർഫും അതേപോലെയുള്ള സംഭവം. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഹിജാബില്ല. ഓക്കെ, അതിനകത്ത് പങ്കെടുത്ത അധികം പേർക്കും ഹിജാബില്ല. കേരളത്തിൽ ഹിജാബിന്റെ വലിയ ഇഷ്യൂ നടക്കുമില്ലേ സംഭവം. ഷിയയുടെ, അതായത് അലി ഖമൈനി എന്ന് പറഞ്ഞ ഷിയയുടെ ഏറ്റവും വലിയ ആധ്യാത്മിക നേതാവാണ്. അവരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ഹിജാബ് വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും കടുത്ത രീതിയിൽ ജനങ്ങൾക്ക്, അത് സാധാരണക്കാരന് അവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നം ഉണ്ടായിക്കണമല്ലോ. ആ രീതിയിലാണ് സംഭവം പോയത്. നിങ്ങൾക്ക് 2024 അവിടെ നടന്ന ക്രിസ്മസ് പ്രോഗ്രാമിന് ഞാൻ കാണിച്ചു തന്നു, മാർക്കറ്റിൽ ഹിജാബ് ഇല്ലാതാണ് അവിടെ സ്ത്രീകൾ സഞ്ചരിക്കുന്നത് പലയിടത്തും. ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പം കേരളത്തിലെ മരമണ്ടന്മാർക്ക്, ഞാൻ ഹിജാബിനൊന്നും എതിരല്ല, മറ്റേ ആ ചാക്കിനെ മാത്രം എതിർക്കുന്നതാണ്, മുഖമെല്ലാം കാണിക്കണം. ചാക്കിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നതാണ്. അതും പല മുസ്ലിം ക്ലർജീസുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ തന്നെ പറഞ്ഞു ഇത് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ചുമ്മാ ഉണ്ടാക്കിയെടുത്ത, അത് വേറെ പല യൂസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മൾ തിരിച്ച് ഇറാനിലോട്ട് വരാം. ഈ അലി സമഖാനിയെ ഈ 13 ദിവസം വാർ നടന്നല്ലേ ഇസ്രായേലുണ്ട്. ഇയാളുടെ ഫാം ഹൗസ് ഉണ്ട്, അയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അയാൾ റബ്ബേഴ്സിൻ്റെ അടിയിൽ നിന്ന് വളരെ കഷ്ടിച്ചാണ് ഇഞ്ചുവേർഡായിട്ട് രക്ഷപ്പെട്ട ഒരാളാണ്. അയാളുടെ മകളുടെ കല്യാണത്തിൻ്റെ വെഡിങ്ങിൻ്റെ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ കയറി അങ്ങ് വന്നു. മനസ്സിലാക്കുക, ഹിജാബ് മാത്രമല്ല, ആ ഡ്രസ്സ് കണ്ടാൽ മനസ്സിലാക്കാം. അതായത് ടോപ്പ് അധികം സ്ട്രാപ്ലെസ്, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ നിങ്ങൾക്ക് എന്താണ് ഉപയോഗിക്കാം. ആ രീതിയിലുള്ള വസ്ത്രവും മുൻഭാഗത്തിൻ്റെ ഒരുവിധം, ഞാനത് പറയുന്നത് കാരണം ഒരു സ്ത്രീ വിരുദ്ധനല്ല, സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, അത് അവരുടെ ഇഷ്ടവും അവരുടെ ആഗ്രഹവും. അപ്പം അയാളുടെ മകളുടെ കല്യാണത്തിന് ഇതേപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന അതിൻ്റെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലാണ്. കാരണം ഇത് പ്രൈവറ്റ് വീഡിയോയാണ്, ഇത് ലീക്കായി. അപ്പം അത് കാണുകയും കേരളത്തിലും മറ്റുള്ള ഇന്ത്യയിലും ഈ ഹിജാബിന് വേണ്ടി പ്രശ്നമുണ്ടാക്കുന്ന കിഴങ്ങന്മാർ, പൊട്ടന്മാർ ഇതുകൂടെ നോക്കണം. ഇതുണ്ടായിരിക്കുന്ന ഇറാനിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇറാൻ പ്രൊട്ടസ്റ്റ് സമയത്ത് ഹിജാബിനെതിരെ ഞാനത് കൃത്യമായി ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 500-ലധികം പേരാണ് വെടിവെപ്പിലും അവിടെ പോലീസിൻ്റെ, അതായത് അടിച്ചൊതുക്കലിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട 500-ലധികം ഉണ്ട്. എന്നിട്ട് പല ആൾക്കാരെ അവിടെ എക്സിക്യൂഷൻ നടത്തി, അതിനനുകൂലമായിട്ട് നിന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അതായത് മാസീവായിട്ടുള്ള പ്രൊട്ടസ്റ്റാണ് ഹിജാബിനെതിരെ അവിടെ നടന്നത്. ഇനി അടുത്ത സംഭവം, അവിടെ സാധാരണ ഇറാനിയൻസിന് അവിടുത്തെ എക്കണോമി ഈസ് ടു ബാഡ് സിറ്റുവേഷൻ, കറൻസിയുടെ വാല്യൂ ഇല്ല, ഈ പറയുന്ന സംഭവങ്ങളൊരു സാധാരണക്കാരന് അവിടെ കല്യാണം കഴിക്കാൻ അവൻ്റെ കയ്യിൽ പണമില്ല. പക്ഷെ ഇയാൾ റോയൽ റിച്ച് പ്രിവിലേജ്ഡ് ഫാമിലിയാണ്. കാരണം ഇയാളുടെ മകൻ ഏകദേശം 18-19 വലിയ ഹ്യൂജ് വെസൽ ഷിപ്പുകളുണ്ട്. ഈ സാങ്ഷനുള്ള സമയത്ത് അത് റഷ്യയിലോട്ട് കയറ്റി അത് അവിടുന്ന് കച്ചവടം ചെയ്യുന്ന കള്ളപ്പണം ഉണ്ടാക്കുന്നതിനെ പറ്റി ഇയാൾ വലിയ ആരോപണം ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കണ്ട. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇറാനിയൻ്റെ പത്രം അതേപോലെ അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഇയാൾ റിസൈൻ ചെയ്യണമെന്നാണ്. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊന്നും നമ്മൾ ഈ പറയുന്ന കേരളത്തിൽ ഈ കാണുന്ന മുസ്ലിം ലോകത്തിന് യഥാർത്ഥ ലോകത്തെ പറ്റി അറിയത്തില്ല. ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒരുവിധം താഴേക്കിടയുള്ളവർക്ക് വേണ്ടിയാണ്. എലീറ്റായിട്ട് സാമ്പത്തികമായിട്ടുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല, അത് എവിടെയും ബാധകമല്ല. അവർ മറ്റുള്ളവരുടെ മേളിൽ ഇത് നടപ്പിലാക്കി അവിടെ മൃഗീയം ഈ മതം അങ്ങോട്ട് കുത്തിക്കയറ്റിയിട്ട് അതിനെ ഭരിക്കാൻ ശ്രമിക്കും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ കാര്യം.
ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ പോലെ ഷിയായ്ക്ക് ഇത്ര പ്രാധാന്യം, ഗ്ലോബലി പ്രാധാന്യമുള്ള രാജ്യത്ത് അതിൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു അഡ്വൈസർ, പ്രത്യേകിച്ച് അലി ഖമേനിയുടെ അയാളുടെ ക്ലർജി അഡ്വൈസർ കൂടിയാണ് ഈ ചില സമയത്ത്. ഇയാൾ അവിടുത്തെ അലി സമഖാനി എന്ന് പറയുന്നയാൾ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററാണ്, ആയിരുന്നു. അതിനുശേഷം റിയർ അഡ്മിറലായിട്ട് ഇയാൾക്ക് കൂടുതൽ പവർ കൊടുത്തു. ഇയാളെല്ലാം കൂടെ ചേർന്നാണ് ഈ പാവം പിടിച്ച ഹിജാബിൻ്റെ അജിറ്റേഷൻ നടത്തിയവരെല്ലാം കൂടെ അടിച്ചൊതുക്കിയത്. എത്ര പേരെയാണ് കൊലപ്പെടുത്തിയത്. ഇതേ ഉള്ളൂ തമാശ. അതായത് അവർ ആ ഒരു കൂട്ടർക്ക് ഇതൊന്നും ബാധകമല്ല. ഇതൊക്കെ സാധാരണക്കാരനെ ഷാഡോ ചെയ്ത് കണ്ണടപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ ലാസ് വെഗാസിൽ അമേരിക്കയിൽ പോയ സമയത്ത് അവിടെ ഞാൻ താമസിച്ച ഹോട്ടലിൽ, അപ്പം അവിടെ ഞാൻ ഇതുമായിട്ട് അന്വേഷിച്ച് കഴിയുമ്പോൾ ആ ഹോട്ടലിൽ മുഴുവനും വലിയൊരു ശതമാനം അവിടെ റിച്ചായിട്ടുള്ള മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. ചൂതാട്ടമാണ് ലാസ് വെഗാസ്. ആലോചിച്ചോണം. ലാസ് വെഗാസിന് അറിയപ്പെടുന്ന സിൻ സിറ്റി എന്നാണ്, പാപികളുടെ സിറ്റി എന്നറിയപ്പെടുന്ന, പണ്ട് പോലെ. കാരണം എല്ലാ പരിപാടിയും അവിടെ ഉണ്ട്, അവൈലബിൾ ആണ്, പബ്ലിക്കിൻ്റെ മുമ്പിൽ എല്ലാം അവൈലബിൾ. ലാസ് വെഗാസിൽ മാത്രമാണ് എൻ്റെ അറിവിൽ പബ്ലിക്കായിട്ട് മദ്യം കഴിക്കാൻ പറ്റുന്ന സിറ്റി. ആ റൗണ്ടിൽ അത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം. അവിടെ ഏറ്റവും കൂടുതൽ പണം കൊണ്ടുവന്ന് അവിടെ എൻജോയ് ചെയ്യുന്ന എല്ലാം ഈ അറബ്സാ. അത് എയർപോർട്ടിൽ നിന്ന് തന്നെ അവർ കംപ്ലീറ്റ് ലോകം മാറും. അതായത് പണമുള്ളവർക്ക് വേറെ, പണമില്ലാത്തവന് വേറെ. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് കേരളത്തിലുണ്ടായൊരു സംഭവം. ഞാൻ ഈ പറയുന്ന ചെറിയ സ്കാപ്പിടുന്നതിന് ഞാൻ എതിർക്കുന്നയാളൊന്നും അല്ല. പക്ഷേ അതിൻ്റെ വലിയ പാരഡോക്സ് എന്ന് പറയുന്നത്, വിരോധാഭാസം എന്ന് പറയുന്നത്, ഒരു കൂട്ടർക്ക് ഇതൊക്കെ ആകാം. അവരെവിടെയും പോയി അവരുടെ രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഇറാനിൽ നിന്ന് വരുന്നത്. ഇറാനിൽ വലിയ പ്രതിഷേധമുണ്ട്. ഈ പറഞ്ഞ ഹിജാബിനെതിരെ സമരം ചെയ്തവരും അവരുടെ ഒത്തിരി ആൾക്കാർ മരിച്ച അവരുടെ കുടുംബങ്ങളൊക്കെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ക്ലബ് ഹൗസിൽ വലിയ ചാറ്റ് നടക്കുവാണ് വലിയ രീതിയിൽ. കാരണം അവരൊക്കെ ഞെട്ടിപ്പോയി ഈ സാധനം, ഈ വീഡിയോ ലീക്കായിട്ട് പുറത്തു വരികയും അലി ഖമേനിയുടെ ഏറ്റവും അടുത്ത അഡ്വൈസറിൻ്റെ മകളുടെ കല്യാണം, അതിനകത്ത് പങ്കെടുത്ത വലിയൊരു ശതമാനം സ്ത്രീകൾക്ക് ഹിജാബില്ല. അപ്പം എന്തു കുന്തുവഴിമാരി പറയുന്നത്? ഇതിനകത്ത് ഏത് മതമാണ്? ഇതിനകത്ത് എന്ത് മതത്തിൻ്റെ ഇതൊന്നും അല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇത് മതം കൊണ്ടുവന്ന് ഒരു കൂട്ടർ വരുന്നത് ഇവരെ അടിച്ചമർത്തി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൻ്റെ പർപ്പസ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു കുന്തവും ഇല്ല. അതാണ് ഇറാനിൽ പ്രൂവ് ചെയ്തത്. ഇത് ലോകം മുഴുവനും വാച്ച് ചെയ്യുന്നത്. ഈ പറയുന്ന ആളെ സമഖാനി എന്ന് പറഞ്ഞ ആളാണ് അമേരിക്കയുമായിട്ട് ന്യൂക്ലിയർ ഡിസ്കഷന് വേണ്ടി 4-5 പ്രാവശ്യം പോയ അത്രമാത്രം സുപ്പീരിയർ ആയിട്ടുള്ള, ഹൈലി പവർഫുൾ ആയിട്ടുള്ള ആളാണ് ഇയാൾ. ഞാൻ നേരത്തെ പറയുക ഭയങ്കര റിച്ചാണ്. ഇത് തന്നെയാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്നത്. അത് ലീക്കായി പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇറാനിയൻസിനും പിടികിട്ടി, ലോകത്തുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്കും പിടികിട്ടിയത് ഇത് മുഴുവനും കള്ളത്തരവും കബളിപ്പീരുമാണ്. മതത്തിൻ്റെ പേര് പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്ന ചില ഗിമിക്സ് മാത്രമാണ്. അത് കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി മനസ്സിലാക്കണം. എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ശരിക്കും, എന്താണ് ലോകത്ത് നടക്കുന്നത്, എന്താണ് സത്യസന്ധമായ വിലയിരുത്തലാണ് ഈ ഹിജാബുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ ഹിജാബുമായി ബന്ധപ്പെട്ടു, അതേപോലെ ഇറാനിൽ ഈ നടക്കുന്ന സംഭവങ്ങളുടെ വസ്തുത നിങ്ങൾ അറിയണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത് വല്ലാത്തൊരു മത തട്ടിപ്പ് മാത്രമാണ് നടക്കുന്നത്. ഇതിനകത്ത് മതമെന്ന് പറഞ്ഞ് ചുമ്മാ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുക, ഇല്ലാതെ യാതൊരു അർത്ഥവും ഇതിനകത്തില്ല.